ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാനീസ് ജൈലാൻഡ്. ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നത് 2-3 പ്രൊഡക്ട്സാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഇത് ഹെൽപ്ഫുള്ളായിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. അപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും ഹെൽപ്ഫുൾ ആവുന്നത് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ പിമ്പിൾ വിത്ത് സ്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 4 പ്രൊഡക്ട്സാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ ഇത് ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഞാൻ ഇത്ര കോൺഫിഡൻ്റായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം, ഞാനൊരു ഫാർമസിസ്റ്റാണ്. അതുകൊണ്ട് അത്യാവശ്യം യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളെ പറ്റിയുള്ള നോളജ് എനിക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് ട്രസ്റ്റോടു കൂടെ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് യൂസ് ചെയ്യാം. ഹെൽപ്ഫുള്ളായിരിക്കും, റിസൾട്ട് കിട്ടും. കാരണം പേഴ്സണലി എനിക്ക് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഞാൻ കാണിക്കുന്ന ഒരു ഫേസ് വാഷാണ്. ഇതൊരു ഫോമിങ് ഫേസ് വാഷാണ്. ഇത് സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ പിമ്പിൾ പ്രോൺ സ്കിന്നിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്സ് വരുന്നത്. സ്പെസിഫിക്കലി ഇത് സാലിസിലിക് ആസിഡാണ്. സാലിസിലിക് ആസിഡ് അറിയാം, അതിൻ്റെ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓയിലിനെയും കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതാണ് വരുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ ഇൻഗ്രീഡിയൻറ്റ് കാണാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്ന എക്വയാണ്, പിന്നെ സോഡിയം ലൊറൈലേറ്റഡ് സൾഫേറ്റ്, ദെൻ അലോവേര എക്സ്ട്രാക്റ്റ് ഉണ്ട് വിത്ത് സാലിസിലിക് ആസിഡ് ഡി. ഇതാണ് മെയിൻ പ്രൊഡക്ട്സ് വരുന്നത്. അപ്പോൾ ഇത് ഫോമിങ് ഫേസ് വാഷാണ്. നമുക്കറിയാം പിമ്പിൾ ഉള്ള ആൾക്കാർക്ക് മോസ്റ്റ്ലി എപ്പോഴും നല്ലത് കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫേസ് വാഷുകളാണ്. അതുകൊണ്ടാണ് ഫോമിങ് ഫേസ് വാഷ് വളരെ നല്ലതാണ് പിമ്പിളുള്ള ആൾക്കാർക്ക്. അത് സ്പെസിഫിക്കലി പിമ്പിൾ കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ എൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് പാരബൻ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾ യൂസ് ചെയ്ത് നോക്ക്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് വരുന്നത് ആക്നിനാണ്. ഇത് രണ്ടും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. 4 പ്രൊഡക്ട്സും ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി 2 പ്രൊഡക്ട്സ് നമുക്ക് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫേസ് വാഷും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ മോയ്സ്ചറൈസർ ഇത് ആക്നിൻ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ആപ്പിൾ തെറാപ്യൂട്ടിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. പിന്നെ ഇതൊരു ഹെർബൽ കോമ്പിനേഷനാണ് വരുന്നത്. ഇതും സ്പെസിഫിക്കലി ഫോർ ആക്നെ ആൻഡ് ഓയിലി സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് സ്പെസിഫിക്കലി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം എക്സ്പെൻസീവ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഈ ഫേസ് വാഷിന് ഞാൻ റേറ്റ് പറയാൻ മറന്നു വരുന്നു. അതിന് 350 ആണ് കേട്ടോ വരുന്നത് ആക്മെഡ് പ്ലസ്സിന്. ഈ ആക്നിൻ എന്ന് പറയുന്ന ഈ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറിന് വരുന്ന പ്രൈസ് 390 ആണ്. ഇത് രണ്ടും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 months കഴിഞ്ഞു. നല്ല റിസൾട്ടായിരുന്നു. എൻ്റെ സ്കിൻ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്ലിൻഡാകെ ആണ്. ക്ലിൻഡാകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. ക്ലിൻഡാമൈസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ പിമ്പിളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പസ് ഫിൽഡ് ആയിട്ടുള്ള പിമ്പിളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫേസ് വാഷ് വെച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ പിമ്പിളിൻ്റെ അവിടെ മാത്രം അപ്ലൈ ചെയ്യാം. ഞാൻ നോർമലി ഇത് അപ്ലൈ ചെയ്യുക ഏർലി മോർണിംഗ് ആണ്. അതായത് ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതിനൊക്കെ മുന്നേ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് ഞാൻ പിമ്പിളുള്ള സമയത്ത് ആ പസ് ഫിൽഡ് ആയിട്ടുള്ള പിമ്പിൾസിൻ്റെ ആ ഏരിയയിൽ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നമ്മൾ കുളിക്കാൻ നേരം നമുക്കതങ്ങ് വാഷ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞ് നോർമലി നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ട്രെറ്റിനോയിൻ ജെല്ലാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവൈസ് മൈക്രോയാണ്. 0.025% ആണ്. ഇത് ബേസിക് സ്ട്രെങ്ത് ആണ് കേട്ടോ. നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രെറ്റിനോയിൻ സ്പെസിഫിക്കലി അതിൻ്റെ ബേസിക് സ്ട്രെങ്ത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതൊരു ജെൽ ഫോമുലയായിട്ടുള്ള ഇതാണ്. പിന്നെ ട്രെറ്റിനോയിൻ അറിയാൻ നമുക്ക് ഈ പിഗ്മെൻറ്റേഷനും സ്കാറൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് എന്താ ചെയ്യുക, അതിനൊന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്, കൺട്രോൾഡായിട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ എപ്പോഴും ബേസിക് സ്ട്രെങ്ത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് 0.025% ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
നൈറ്റ് ഒരു 7 തൊട്ടിട്ട് ഒരു 10 വരെ ഞാൻ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ആ സ്കാറുള്ള ഏരിയയിൽ മാത്രം, ഫുൾ ഫേസ് ഇടരുത്, സ്കാറുള്ള ഏരിയ അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഉള്ള ഏരിയയിൽ, നോർമലി നിങ്ങൾക്ക് പിമ്പിൾസൊക്കെ വരുന്ന ആ ഏരിയയിൽ മാത്രം ഇടുക. അതിന് ശേഷം അത് വളരെ തിൻ ലെയറായിട്ട് ഇടാവുള്ളൂ. അതിന് ശേഷം ഇത് കഴുകിക്കളയുക. ഒരു 10 ഇപ്പോൾ 7 അപ്ലൈ ആണെങ്കിൽ 10 ഒക്കെ ആകുമ്പോൾ കഴുകി കഴിഞ്ഞിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഈ ആക്മഡ് പ്ലസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്കിത് നോർമൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്ട്സൊക്കെ നല്ലതാണ്. ഇതുപോലെ ഓയിലി സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരാഴ്ച 2 ആഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് റിസൾട്ടൊന്നും വരില്ല. മിനിമം ഒരു 1 മന്തെങ്കിലും നമ്മൾ നോക്കണം. പിന്നെ ആ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം. ഭയങ്കരമായിട്ട് സ്കിന്നിന് വല്ല പ്രോബ്ലം വരുവാണെങ്കിൽ. ഇതിൽ ഈ ഫേസ് വാഷും മോയ്സ്ചറൈസറും വളരെ സേഫാണ്. ബാക്കി 2 പ്രൊഡക്റ്റും നമ്മൾ പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. അപ്പോൾ ശരി, ഇന്ന് ഞാനിവിടെ നിർത്തുവാണ്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.